So next question is question number 109. It is taken from the chapter vector. ഈ വെക്ടർ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചോദിച്ചിരിക്കുന്നത്. പല കുട്ടികൾക്കും അത് ചെയ്തു വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ആൻസർ ഇതാണ്. ക്വസ്റ്റ്യൻ വന്നിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ. Find the value of lambda when two vectors are given. The first one is 2i minus j plus 2k. 2i minus j plus 2k. ആ വെക്ടറിന് നമ്മൾ എ എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, then second vector is 3i, that is taken as b. So 3i plus lambda j പ്ലസ് കെ. അങ്ങനെ നമുക്ക് രണ്ട് വെക്ടറുകൾ തന്നിരിക്കുകയാണ്. എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് വെക്ടർ തന്നിരിക്കുകയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ വെൻ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് ഇതാണ്, പെർപെൻഡിക്കുലർ. നമ്മൾ ഒരു വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പെർപെൻഡിക്കുലർ എന്ന വാക്കിൻ്റെ അർത്ഥം ദ മീനിങ് ഓഫ് പെർപെൻഡിക്കുലർ ഈസ് ഇറ്റ്സ് ഡോട്ട് പ്രോഡക്റ്റ് വിൽ ബി 0. നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് 0 വരുന്നതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. വാട്ട് ഈസ് യുവർ എ? ദിസ് ഈസ് യുവർ എ ആൻഡ് ദിസ് ഈസ് യുവർ ബി. ഓക്കെ, നമുക്ക് നോക്കാം. എ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2i മൈനസ് ജെ പ്ലസ് 2k ഡോട്ട്. വാട്ട് ഈസ് യുവർ ബി? 3i പ്ലസ് ലാംഡ ജെ plus k, that is equated to 0. നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ നേരത്ത് ഐ ഡോട്ട് ഐ 1 ആണ്, ജെ ഡോട്ട് ജെ 1 ആണ്, കെ ഡോട്ട് കെ 1 ആണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ 0 ആയിരിക്കും. അതായത് ഐ ഡോട്ട് കെ എന്താണ്? 0 ആയിരിക്കും. അതായത് സെയിം ആൾക്കാർ വരുന്നത് മാത്രം 1 ആയിട്ട് എടുക്കുക. ഐ ഡോട്ട് ഐ 1, ജെ ഡോട്ട് ജെ 1, ദെൻ കെ ഡോട്ട് കെ 1. ബാക്കിയുള്ള ആൾക്കാരൊക്കെ 0 ആയതുകൊണ്ട് അത് കളഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 2 × 3 6. 2 × 3 എടുത്തതുപോലെ -1 × ലാംഡ മൈനസ് ലാംഡ. അതെന്താ -1 × ലാംഡ എടുത്തത്? കാരണം ജെയുടെ കോഎഫിഷ്യന്റ് 1 അല്ലേ. സോ -1 × ലാംഡ, അതായത് ജെയുടെ കോഎഫിഷ്യന്റുകൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് 2 × 1. കാരണം അവിടെ കെയുടെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് 2 × 1 എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ അതിനെ നമുക്ക് 0യോട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ആൾക്കാർ എടുക്കണ്ട എന്ന് പറയാൻ കാര്യം, ബാക്കിയുള്ള ആൾക്കാർ എടുത്തിട്ട് കാര്യമില്ല, അതെന്തായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നു. കാരണം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരിൽ എന്തായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള ടൈംസ് നമ്മൾ എടുക്കാത്തത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ 6 + 2 8. So 8 minus lambda equal to 0. That means 8 equal to lambda. അപ്പോൾ ലാംഡയുടെ വാല്യൂ എന്ത് കിട്ടും? നമുക്ക് 8 എന്ന് കിട്ടുന്നു. അതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി.